ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ ഒരുപാട് ലാബുകൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ആസ്റ്റർ ലാബ്സ്? പ്രമുഖ ഹോസ്പിറ്റൽ ശൃംഖലയായ ആസ്റ്റർ ഗ്രൂപ്പ്സിന്റെ കീഴിലുള്ള ആസ്റ്റർ ലാബ്സ് ആസ്റ്റർ ഹോസ്പിറ്റലുകൾ പോലെ തന്നെ മികച്ച സേവനങ്ങൾ ജനങ്ങൾക്ക് ഒരുക്കുന്നു. ഉയർന്ന നിലവാരത്തോടു കൂടിയ ആരോഗ്യ പരിശോധനകളാണ് കേരളത്തിന്റെ വിവിധയിടങ്ങളിലുള്ള ആസ്റ്റർ ലാബ്സിൽ ഒരുക്കിയിട്ടുള്ളത്. വിവിധ ഹെൽത്ത് ചെക്കപ്പ് സൗകര്യമുള്ള ആസ്റ്റർ ലാബ്സ് നിങ്ങളുടെ ആവശ്യാനുസരണം പരിശോധനകൾ വീട്ടിൽ വന്ന് ചെയ്യുകയും ചെയ്യുന്നു. JCI NABL അക്രിഡേഷനോട് കൂടിയ ആസ്റ്റർ ലാബ്സ് ഇന്റർനാഷണൽ പേഷ്യൻസിന്റെയും വിശ്വസ്ത ബ്രാൻഡാണ്. അപ്പോൾ ഇനി ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യാൻ ആസ്റ്റർ ലാബ്സ് തന്നെ തിരഞ്ഞെടുക്കും. ആസ്റ്റർ ലാബിന്റെ മികച്ച സേവനങ്ങൾ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആധുനിക സാങ്കേതിക സൗകര്യങ്ങളോടെ ഓട്ടുപാറയിലെ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള TP റോഡിൽ പരിശോധനകളിൽ ഇളവുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8606656222. പൂരം എക്സിബിഷൻ കഴിഞ്ഞിട്ടും എക്സിബിഷൻ ഗ്രൗണ്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ല. ഈ മാലിന്യങ്ങൾ കാറ്റത്ത് തൊട്ടടുത്ത വീടുകൾക്ക് മുകളിലും കുടിവെള്ള സ്രോതസ്സുകളിലും വീണ് വലിയ പ്രശ്നമാകുന്നു. പലതവണ നാട്ടുകാരും സ്ഥലം കൗൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവിയും നഗരസഭാ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് നഗരസഭാ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർമാൻ K. അജിത് കുമാർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, ബ്ലോക്ക് സെക്രട്ടറി ശശി മംഗലം, INTUC പ്രസിഡന്റ് സിദ്ദിഖ് മാരാത്തുകുന്ന് എന്നിവർ സ്ഥലം സന്ദർശിച്ചത്. നഗരസഭ ഉടനടി മാലിന്യം നീക്കം ചെയ്തില്ലെങ്കിൽ ജനകീയ പങ്കാളിത്തത്തോടെ മാലിന്യം നീക്കം ചെയ്യും എന്ന് K. അജിത് കുമാർ അറിയിച്ചു. പൂരം കഴിഞ്ഞ് ഏകദേശം ഒരു മാസം ആവാറായി. അതുപോലെ തന്നെ പൂരം കഴിഞ്ഞപ്പോൾ തന്നെ പൂരം എക്സിബിഷനും അവസാനിച്ചു. ഇവിടെ പൂരം കഴിഞ്ഞ വശം പൂരപ്പറമ്പിലുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഹരിതകർമ്മസേനക്കാർ പറക്കി. പക്ഷേ ഇവിടെ പൂരം എക്സിബിഷൻ കഴിഞ്ഞ ഗ്രൗണ്ടിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ചുറ്റും പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടിയിരിക്കുകയാണ്. ഇവിടുന്ന് ശേഖരിച്ച മാലിന്യങ്ങൾ ഒരു മൂലയിലിരിക്കുകയാണ്. ഇത് ശക്തമായ കാറ്റ് വരുമ്പോൾ തൊട്ടപ്പുറത്തെ ഉദയനഗർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പറന്നുപോയി. അവിടുത്തെ വീട്ടുകാർ ഞങ്ങളെ വിളിച്ച് നിരവധി തവണ പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ വന്ന് നോക്കിയത്. നോക്കുമ്പോൾ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ 30-ാം തീയതി പ്രഖ്യാപിച്ചു, പല വാർഡുകളിലും പ്രഖ്യാപിച്ചു. പക്ഷേ ഈ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഇവിടെ കിടക്കുന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടി, അതും നഗരസഭ നടത്തിയൊരു പരിപാടിയുടെ ഭാഗമായി കുന്നുകൂടി കിടക്കുന്നത് നഗരസഭ ഇതുവരെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അപ്പോൾ ഈ പ്രഖ്യാപനം വെറുതെ ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിക്കുകയും പ്രഖ്യാപനം നടത്തി ശുചിത്വ നഗരസഭ എന്ന് പറയുകയും ഒരു ഭാഗത്ത് മാലിന്യം മൂലം ആളുകൾ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് നഗരസഭയോട് പറയാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.